ഡീപ് അതുപോലെ തന്നെ ചുണ്ടിന്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അതെ. നമ്മൾ ചുണ്ട് ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ കരിവാളിപ്പ് വരുന്നൊക്കെ പറയും ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ. പക്ഷെ നമ്മുടെ പ്രൊഡക്ട്സുകളിൽ കെമിക്കൽ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും നമ്മുടെ ചുണ്ടിന് പിഗ്മെന്റേഷൻ ഒന്നും വരില്ല. അതിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ട്, അതിൽ വരുന്നുണ്ട്. അതില് നമുക്ക് ലിപ് ബാമും കൂടി ഉണ്ടായിരുന്നു. ആ ലിപ് ബാം നമുക്ക് നമ്മള് എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഡീപ് ഡിഫൈൻ കാജലിനെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു. എക്സ്ട്രീം ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കളറിലാണ്, സ്മൂത്ത് ആയിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഗ്രേറ്റ് ഫോർ വാട്ടർ ലൈൻ, നമ്മൾ അത്രയും തിന്നായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഈ വാട്ടർ ലൈൻ എന്ന് പറയുന്ന ഈ ഉള്ളിലത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, നമ്മള് ഉള്ളിൽ എഴുതുമല്ലോ, അതിനാണ് വാട്ടർ ലൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അത്രയും ഡീപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ലോങ് വിയർ സ്മൂത്ത് ആൻഡ് ക്രീമി ഫോമുലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ പാർട്ടിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് നല്ല സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും ഇത് യൂസ് ചെയ്താൽ. യാതൊരുവിധ ഇച്ചിങ്ങോ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പ്രോബ്ലംസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഡീപ്ലി ഡിഫൈൻ കാജൽ. ദെൻ ഇതിന്റെ MRP 220 ആണ്. ദെൻ ട്രൂ ഡിഫൈൻ ഐലൈനർ ഉണ്ട്. ഇപ്പൊ ഈ ഒരു സ്റ്റിക്കി ഫോം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടതിന് ഐലൈനർ ആണ് വേണ്ടതെങ്കിൽ അതിനും ചോയ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അതില് വരുന്നത് ഐലൈനർ പെൻസിൽ, ട്രൂ ഡിഫൈൻ ഐലൈനർ ബ്ലാക്ക് പെൻസിൽ രൂപത്തിലാണ് അത് വരുന്നത്. അത് അൾട്രാ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിന് ക്രീമി ടെക്സ്ചർ ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, നല്ല സൂപ്പർ ഇന്റൻസ് ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. അതും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പെൻസിൽ ആയാലും നമുക്ക് ഡാർക്ക് ആയിട്ടോ ലൈറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് നമ്മുടെ കണ്ണിന് ബ്യൂട്ടിഫുൾ ആക്കാവുന്നതാണ്. ഇതിന്റെ MRP 209 ആണ് വരുന്നത്. നെക്സ്റ്റ് മസ്കാര. മസ്കാര നമ്മുടെ ഐലാഷസ് കണ്ടിലൊക്കെ കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുറച്ചും കൂടി ഒന്നും കൂടി കൂടി നമുക്ക് ഫീൽ ചെയ്യും. കണ്ണിന് ഒരു വലുപ്പത്തിൽ നമുക്ക് ചെറുതാക്കി എടുക്കാം. ഇപ്പം കൂട്ടുന്ന രീതിയിലാണ്. അതിനോട് ഐലാഷസ് വളരെ കുറച്ചുണ്ട്. ആ ഐലാഷസിനെ ഐലാഷസ് വളരെ കരുതിയാലും ആ കണ്ണിനൊരു വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ തോന്നുന്നു. ഓക്കെ. അപ്പൊ മസ്കാര നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐലാഷസ് ഒന്നും കൂടി വോളിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിരുന്നോടൊപ്പം കുറവായിരിക്കും. അപ്പൊ അതിന് ഒന്ന് തിക്നെസ് കൂട്ടി ഒന്നും കൂടി നല്ല മുന്നിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്കാര യൂസ് ചെയ്യുക. അത് ഈ ബ്രഷ് വെച്ച് തന്നെ നമ്മള് അപ്പോ ഡയറക്ഷനിൽ ഇങ്ങനെ ജസ്റ്റ്